വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഉമറിൻ്റെയും മുസമ്മിൻ്റെയും ഡയറികളിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. നവംബർ 8 മുതൽ 12 വരെയുള്ള തീയതി വരെയുള്ള വിവരങ്ങൾ കോഡ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതിനിടെ ജമ്മു കാശ്മീർ സ്വദേശിയായ ഒരു ഡോക്ടറെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കാൺപൂരിൽ നിന്നാണ് ഡോക്ടർ മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നോബൽ ബാരിക്കാരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നോബൽ, വലിയ IED സ്ഫോടന ശൃംഖലയ്ക്ക് പരമ്പരയ്ക്ക് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ആസൂത്രണം നടത്തി എന്നാണോ ഡയറി കുറിപ്പുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോബൽ? അരുൺ, വലിയ ഗൗരവമുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ വിവിധ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പലതും ഈ പറഞ്ഞ മുസമിൻ അടക്കമുള്ള ആളുകളുടെ ഡയറികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്, ഫോണുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ഇത് കൃത്യമായി വിരൽ ചൂണ്ടുന്ന വലിയ പദ്ധതികൾ ഇവർ ഇട്ടിരുന്നു എന്നതിലേക്കാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം 4 ഇടങ്ങളിൽ, ദില്ലി അടക്കം 4 ഇടങ്ങളിൽ വലിയ സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു. അതിന് ഫരീദാബാദിൽ നിന്ന് 8 പേരെ സെലക്ട് ചെയ്തിരുന്നു, തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ 2 പേരടങ്ങുന്ന സംഘങ്ങളാണ് 4 സ്ഫോടനം നടത്താൻ നീക്കം നടത്തിയത്. ഇതിനുവേണ്ടി 20 ലക്ഷം രൂപ, പ്രത്യേകിച്ച് ഈ സ്ഫോടകം നടത്താൻ വേണ്ട രാസവസ്തുക്കളടക്കം മേടിക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ മുസമ്മിനും ഉമറും ചേർന്ന് കളക്ട് ചെയ്തിരുന്നു, വിവിധ ഭാഗങ്ങളിൽ ശേഖരിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. മൊത്തം IED ബ്ലാസ്റ്റുകളാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്ന വിവരമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ മുസമ്മിൻ്റെയും അതോടൊപ്പം തന്നെ ഉമറിൻ്റെയും ഒക്കെ ഡയറികളടക്കം ഇവർ താമസ സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണം കണ്ടെത്തിയിരുന്നു. അതിൽ ഉള്ള വിവരങ്ങളൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് 32 കാറുകൾ മേടിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ 32 പഴയ കാറുകൾ മേടിച്ച് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വിവിധ ഇടങ്ങളിൽ പൊട്ടിക്കുക, സ്ഫോടനം നടത്തുക എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ നവംബർ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലെ വിശദാംശങ്ങൾ എല്ലാം കോഡ് ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മറ്റാർക്കും മനസ്സിലാകരുത് എന്ന് കൃത്യമായ ബോധ്യത്തോടെ കോഡ് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വിശദാംശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ദില്ലി പോലത്തെ ഇടങ്ങളൊക്കെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയൊരു ഗ്യാങ് തന്നെ ഇതിന് പിന്നിൽ, വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നത്. നിലവിൽ മുസമ്മിനും അതോടൊപ്പം തന്നെ ആദിലും അടക്കമുള്ള ആളുകളൊക്കെ അറസ്റ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഷഹീൻ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലുണ്ട്. ഇവരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് ഇവർ പദ്ധതിയിട്ടത്, എവിടെയെല്ലാം ഇനിയും ഇതിന്റെ സ്ലീപ്പർ സെല്ലുകൾ, ഇതിന്റെ മറ്റ് സംഘാടകർ അല്ലെങ്കിൽ സംഘത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ 25ഓളം വരുന്ന ആളുകളുമായി ഇവർ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, ആശയവിനിമയം നടത്തിയിരുന്നു എന്ന സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതായത് ഡയറി അടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 20 ലക്ഷത്തോളം രൂപ ഇവർ ഇതിനുവേണ്ടി സമാഹരിച്ചിരുന്നു. അതോടൊപ്പം 32 കാറുകൾ, അതും സെക്കൻഡ് ഹാൻഡ് കാറുകൾ തന്നെ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു. അതിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ പദ്ധതിയിട്ടിരുന്നു. അത് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പൊട്ടിച്ച് വലിയ സ്ഫോടനം ഉണ്ടാക്കാൻ പദ്ധതിയിട്ടിരുന്നു. അത്തരത്തിൽ വലിയ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധമാണ്, പ്രത്യേകിച്ച് ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷിക ദിനത്തിലടക്കം ദില്ലിയിൽ വലിയ പ്രതിഷേധം, വലിയ സ്ഫോടനങ്ങൾ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. നിലവിലത്തെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഉമർ അടക്കം, പ്രത്യേകിച്ച് ഈ മുസമ്മിൻ അടക്കമുള്ള ആളുകൾ അറസ്റ്റായതിന് പിന്നാലെയാണ് ഉമർ ദില്ലിയിലേക്ക് വരികയും ദില്ലിയിൽ വെച്ച് ഈ സ്ഫോടനം നടത്തുകയും ചെയ്ത് അന്ന് ഈ ദില്ലി മുംബൈ എക്സ്പ്രസ് വേയിൽ കൂടിയാണ് ഉമർ എത്തിയതടക്കമുള്ള രേഖകൾ, അതുമായി ബന്ധപ്പെട്ട CCTV അടക്കം കിട്ടിയിട്ടുണ്ട്. ആ സ്ഫോടനം നടക്കുന്ന തലേദിവസത്തെ രാത്രിയിൽ ഉമർ ഒരു ദാബയിലാണ് ഉറങ്ങിയത് എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ CCTVകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വന്ന വഴികളിൽ ആരെല്ലാം ഇവരെ സഹായിച്ചു, ഉമറിനെ സഹായിച്ചു എന്നടക്കമുള്ളതിൽ ചൂണ്ടിയാണ് ഇപ്പോൾ പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് തുർക്കിയിലേക്കടക്കം ഇവർ 2022 പോയിരുന്നു. അവിടെ വെച്ച് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ചില ഏജന്റുമാരുമായി ഇവർക്ക് വലിയ ബന്ധം ഉണ്ടായിരുന്നു. ആ ഏജന്റുമാരുമായി ഇവർ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ കാര്യങ്ങൾ അന്വേഷണം കണ്ടെത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വന്നില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇവർ ദില്ലിയിലടക്കം ലക്ഷ്യം വെച്ചിരുന്നു എന്ന വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ NIA അടക്കം പങ്കുവയ്ക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ മുഹമ്മദ് ആരിഫ് എന്ന ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടറെ ലക്നൌവിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഡോക്ടറൊക്കെ ഫരീദാബാദ് സംഘവുമായി നിരന്തരം ഒന്നെങ്കിൽ ടെലഗ്രാം വഴിയോ അല്ലെങ്കിൽ മറ്റ് ഫോൺ കോളുകൾ വഴിയോ ഒക്കെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഈ മുസമ്മിന്റെയും അതോടൊപ്പം അത്തരത്തിൽ പിടിക്കപ്പെട്ട ആളുകളുടെ ഫോണുകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അത്തരത്തിൽ വലിയ ഒരു കണ്ണി തന്നെ, വലിയ ഒരു സംഘം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഫരീദാബാദ് സംഘം ലക്ഷ്യം വെച്ചത് വലിയ സ്ഫോടനങ്ങളും വലിയ ആക്രമണങ്ങളുമാണ് എന്നാണ് ഇപ്പോൾ NIA വ്യക്തമാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും, കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമ്മൾ വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ സ്ഫോടന പരമ്പരയ്ക്ക് ലക്ഷ്യമിട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതെല്ലാം ഇവരുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങളാണ്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി.